ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ തിരുവൽത്താരയിൽ വന്ന് കുടുംബത്തോടുകൂടി ഞങ്ങൾക്ക് സാക്ഷ്യം പറയാൻ അവസരം തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ആദ്യമേ തന്നെ 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ബീന അനീഷ്, ഹസ്ബൻഡ് അനീഷ് തോമസ്, മക്കളായ ഇവാൻ അനീഷ്, എഡ്വിൻ അനീഷ്, ഇസബൽ അനീഷ് ആൻഡ് എലേജ അനീഷ്. ഞങ്ങൾ തൊടുപുഴ കലയന്താനി സെൻറ്റ് മേരീസ് ചർച്ച് ഇടവാംഗങ്ങളാണ്. പരിശുദ്ധ അമ്മ വഴി ഞങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹം ഒന്നാമതായിട്ട് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്, ഞങ്ങളുടെ മോൾ ഇസബലിന് ജനുവരി 2023 ജനുവരിയാണ് ഹസ്ബൻഡ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അപ്പോൾ ജൂൺ ആയപ്പോഴത്തേക്കും മോളുടെ തൊണ്ടയിൽ ഒരു കുഞ്ഞു മുഴ പോലെ കാണപ്പെട്ടു. ഞാനപ്പോൾ കുവൈറ്റിലാണ് ജോലി ചെയ്യുന്നത്. ഞാൻ ലീവിന് വന്നപ്പോൾ അത് ഞങ്ങൾ മുതലക്കോടം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സർജനെ കാണിച്ചപ്പോൾ സർജൻ പറഞ്ഞു അൾട്രാസൗണ്ട് എടുത്ത് നോക്കണമെന്ന്. അങ്ങനെ അൾട്രാസൗണ്ട് എടുത്തപ്പോഴത്തേക്കും അതൊരു തൈറോഗ്ലോസൽ സിസ്റ്റാണ്. അത് ഓപ്പറേഷൻ അല്ലാതെ വേറെ മാർഗ്ഗമൊന്നുമില്ല. അതിപ്പോൾ ചെയ്തില്ലെങ്കിലും പക്ഷേ വേറെ മരുന്നൊന്നുമില്ല, ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല, അത് ഓപ്പറേഷൻ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടിൽ വന്ന് ഞങ്ങളിത് പറഞ്ഞപ്പോഴത്തേക്കും വീട്ടിലുള്ള എല്ലാവരും പറഞ്ഞു എന്നാൽ പോകുന്നതിന് മുന്നേ ഇപ്പം തന്നെ ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഞങ്ങളോട് ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് അത് ഓപ്പറേഷൻ ചെയ്ത്, ഞാൻ ആദ്യം ഓർത്തത് ഒരൊറ്റ ദിവസം കൊണ്ട് ഓപ്പറേഷൻ ചെയ്ത് നമുക്ക് വീട്ടിൽ പോരാൻ പറ്റുമായിരിക്കും എന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരാഴ്ചയെങ്കിലും ആശുപത്രിയിൽ കിടക്കേണ്ടി വരും. അപ്പോഴെനിക്ക് മനസ്സിലായി അത് അപ്പോൾ കുഞ്ഞൊരു ഓപ്പറേഷൻ അല്ല, അപ്പോൾ ചെയ്തത് തൊണ്ടയും കൂടിയാണ്. അപ്പോൾ അത് ഇച്ചിരി സീരിയസ് തന്നെയാണെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ പോരുന്നതിന് പെട്ടെന്ന് തന്നെ ഞങ്ങളിവിടെ വന്നു, ഉടമ്പടി പുതുക്കി. ഞാനും ഉടമ്പടി എടുത്തതാണ്. ഉടമ്പടി പുതുക്കി ജോസഫ് അച്ഛനെ കാണാൻ അൾട്രാസൗണ്ട് റിപ്പോർട്ടെല്ലാം കാണിച്ചപ്പോൾ അച്ഛനെ കാണാൻ അവസരം ലഭിച്ചു. അങ്ങനെ അച്ഛൻ്റെ അടുത്ത് കൊണ്ടുചെന്നപ്പോൾ അച്ഛൻ അവളുടെ തൊണ്ടയിൽ തൈലം പുരട്ടി പ്രാർത്ഥിച്ചു, ഞങ്ങൾക്കൊരു ആശീർവാദവും തന്നു. അപ്പോൾ അതുമായിട്ട് ഞങ്ങൾ പോന്നു. ഞാൻ പിന്നെ പിറ്റേ ആഴ്ച കുവൈറ്റിലോട്ട് പോയി. അതിനുശേഷം ഹസ്ബൻഡ് എല്ലാ ദിവസവും അവളുടെ തൊണ്ടയിൽ തൈലം പുരട്ടി വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ അത് ജൂൺ മാസത്തിലാണ് ഞങ്ങൾ അൾട്രാസൗണ്ട് ചെയ്തത്. ഞാനിപ്പോൾ ഈ ഡിസംബറിൽ ഞാൻ പിന്നെയും ലീവിന് വന്നപ്പോഴത്തേക്കും അതിനു മുമ്പ് വന്നപ്പോൾ നോക്കിയപ്പോൾ കംപ്ലീറ്റ് സ്കൂളിലെ ടീച്ചർമാരൊക്കെ പറയുന്നുണ്ടായിരുന്നു മുഴ കുറയുന്നുണ്ടല്ലോ എന്ന്. അപ്പോൾ ഞാൻ വന്ന് നോക്കിയപ്പോഴത്തേക്കും കംപ്ലീറ്റായിട്ട് അത് മാറിയായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ എനിക്കതൊരു കൺഫർമേഷന് വേണ്ടി ഞങ്ങൾ പിന്നെയും സെയിം ആശുപത്രിയിൽ തന്നെ കൊണ്ടുചെന്നു. അൾട്രാസൗണ്ട് സെയിം ഡോക്ടറെ കൊണ്ട് തന്നെ ചെയ്യിച്ചപ്പോഴത്തേക്കും അത് ദൈവത്തിൻ്റെ പരിശുദ്ധാമ്മയുടെ വലിയ കൃപയാൽ പൂർണ്ണമായിട്ടും മാറിയിരിക്കുന്നു. യേശുവിൻ നാമം മഹത്വപ്പെടട്ടെ. പരിശുദ്ധാമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദി പറയുന്നു. രണ്ടാമതായി ഞാൻ 17 വർഷമായിട്ട് കുവൈറ്റിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുവാണ്. ഞാനും ഹസ്ബൻഡും പിള്ളേർ 4 മക്കളും കോവിഡൊക്കെ കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡും മക്കളും കൂടി ഇങ്ങോട്ട് പോന്നു. ഞങ്ങളവിടെ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. 10 വർഷമായിട്ട് ഞങ്ങൾക്കൊരു വീട് സ്വന്തമായിട്ട് വേണമെന്ന് ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. ഞാനത് ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, അമ്മേ 2023 ഡിസംബറിന് മുമ്പ് എനിക്കൊരു നല്ലൊരു ഭവനം നൽകി തരണം. അതിനുള്ള സാമ്പത്തികമായിട്ടൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ലായിരുന്നു. പരിശുദ്ധ അമ്മയുടെ വലിയ കൃപയാൽ ഞങ്ങൾക്കൊരു മനോഹരമായ വീട് പണിയുവാനും 2023 ഞങ്ങൾ ജനുവരിയിലോട്ടൊക്കെ ഹൗസ് വാങ്ങിങ് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് അച്ഛന്മാരെയൊന്നും കിട്ടുന്നില്ല. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, ഞാൻ അമ്മയോട് പറഞ്ഞത് 2023 ഡിസംബറിന് മുമ്പാണല്ലോ, അപ്പോൾ ജനുവരി ആകുമ്പോൾ അടുത്ത വർഷമാകിയല്ലേ. അങ്ങനെ ഞങ്ങൾക്ക് 2023 ഡിസംബർ 30 തന്നെ ഞങ്ങളുടെ പ്രവാസത്തോളം നടത്തി പുതിയ വീട്ടിൽ കയറി താമസിക്കുവാനും പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് കൃപ നൽകി. മൂന്നാമതായിട്ട് കഴിഞ്ഞ ആഴ്ച വേളാങ്കണ്ണിയിൽ പോയി അവിടെ പ്രാർത്ഥിച്ച് പുറത്തോട്ട് ഇറങ്ങി. ഞങ്ങൾ ഹോളി വാട്ടർ മേടിക്കാനായിട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും മോളെ കാണുന്നില്ല. മോളെ കാണാണ്ടായപ്പോഴത്തേക്കും പെട്ടെന്നാകെ ഒരു വെപ്രാളമായി. അമ്മയെ എവിടെ പോയി? ഞാൻ പെട്ടെന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരുന്നു. അമ്മയെ ഇവിടെ എങ്ങനെ കണ്ടുപിടിക്കാനാണ്? അമ്മ തന്നെ വേഗം കണ്ടുപിടിച്ച് തരണേന്ന്. അങ്ങനെ ഞങ്ങൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. ഹസ്ബൻഡ് വേറെ സ്ഥലത്തോട്ട് ഓടിപ്പോയി. എന്താ ചെയ്യണമെന്നറിയത്തില്ല. അപ്പം ഒരു ചേട്ടൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു അപ്പായും അമ്മയും കാണുന്നില്ല. ഫോൺ നമ്പർ പറഞ്ഞു കൊടുത്തവൾ. അങ്ങനെ അവർ വിളിച്ച് ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രതിമാതാവിൻ്റെ ഒരു വലിയ ഇടവേള ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചു. അതുപോലെ തന്നെ എനിക്ക് ഡ്രൈവിങ് ഭയങ്കര പേടിയുള്ളായിരുന്നു. ലൈസൻസ് എനിക്ക് എച്ച് കിട്ടിക്കഴിഞ്ഞിട്ട് റോഡ് കിട്ടുന്നില്ലായിരുന്നു. ഞാൻ ഓരോ പ്രാവശ്യം ലീവിന് വരുമ്പോൾ ഈ ഡ്രൈവിങ്ങിൻ്റെ പുറകെ നടന്ന് എൻ്റെ സമയം മൊത്തം സ്പെൻഡ് ആകുമായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഉടമ്പടിയിൽ വെച്ചു, അമ്മ എനിക്ക് ലൈസൻസ് ഒന്ന് കിട്ടണം. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച്
അതിൻ്റെ ഫലമായിട്ട് എനിക്ക് റോഡ് എപ്പോഴും സ്റ്റിയറിംഗ് ബാലൻസ് ഇല്ലാന്ന് പറഞ്ഞ് എപ്പോൾ ചെന്നാലും എനിക്ക് ഫെയിലാക്കി വിടുമായിരുന്നു. അങ്ങനെ ഞാൻ ചെന്ന് ഒരു പ്രശ്നമില്ലാതെ എനിക്ക് റോഡ് പാസ്സാകുവാനും എനിക്ക് ലൈസൻസ് കിട്ടുവാനും സാധിച്ചു. അതും പരിശുദ്ധ അമ്മയുടെ വലിയ കൃപ മൂലമാണെന്ന് പൂർണ്ണമായും ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ, എൻ്റെ ഹോസ്പിറ്റലിൽ ഒത്തിരി പ്രശ്നങ്ങളും പ്രോബ്ലങ്ങളും ഒക്കെ വരുമ്പോഴത്തേക്കും ഈശോയെ പല പ്രതിസന്ധികളും ഒക്കെ ഉണ്ടായപ്പോഴും എല്ലാം കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പോയി നിന്ന് ഈശോയുടെ മുമ്പിൽ കരയുവാനും സാഷ്ടാംഗം വീണ് പ്രാർത്ഥിക്കുവാനുമുള്ള കൃപ മാതാവ് പ്രത്യേകം തന്നു. മനുഷ്യരുടെ മുമ്പിൽ കരഞ്ഞിട്ട് ഒരു പ്രയോജനമില്ല എന്ന് എനിക്ക് പൂർണ്ണമായി ഇവിടെ വന്നതിന് ശേഷം മനസ്സിലാക്കാൻ സാധിച്ചു. അതുകൊണ്ട് എന്ത് പ്രതിസന്ധി ഉണ്ടായാലും പരിശുദ്ധ അമ്മയെ മുറുകെ പിടിക്കുവാനും അമ്മയോട് ചേർന്ന് നടക്കുവാനും പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് പ്രത്യേകം കൃപ തന്നിരിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ കുവൈറ്റിൽ അഖണ്ഡ ജപമാല നടത്തുന്നുണ്ട്. അപ്പോൾ അതിലെല്ലാം പോയി പങ്കെടുക്കുവാനും പരിശുദ്ധ അമ്മയുടെ കാർഡ് അവിടെ ബാബു ബ്രദർ പ്രിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത് അതെല്ലാം ആൾക്കാർക്ക് കൊടുക്കുവാനും കാരുണ്യപ്രവൃത്തികളാണെങ്കിലും പങ്കെടുക്കുവാനും എല്ലാം മാതാവ് ഞങ്ങൾക്ക് വഴിയൊരുക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മ വഴി ഞങ്ങൾക്ക് നൽകിയ കോടാനുകോടി അനുഗ്രഹങ്ങൾക്ക് 1000 നന്ദി പറയുന്നു. കാരുണ്യപ്രവൃത്തികൾ ഞങ്ങൾ രോഗികളെ സന്ദർശിക്കാറുണ്ട്. അതുപോലെ തന്നെ പാവങ്ങൾ ഞങ്ങളാൽ കഴിയുന്ന വിധത്തിലുള്ള സഹായങ്ങളെല്ലാം ഞങ്ങൾക്ക് പറ്റുന്ന പോലെയെല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പത്രം കൊടുക്കുന്നതിനാണെങ്കിലോ ആളുകളെ കൃപാസനത്തോട്ട് കൂട്ടിക്കൊണ്ട് വരുന്നതിനാണെങ്കിലോ ഞങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയോട് കൂടുതൽ ചേർന്ന് നിന്നുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ശരണപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കുവാൻ സാധിക്കുന്നു. പിന്നെ ഞങ്ങൾക്ക് രോഗികളെ സന്ദർശിക്കുവാനും പത്രങ്ങൾ കൊടുക്കുന്നതിനോ ഞങ്ങൾ യൂട്യൂബിലെ അച്ഛൻ്റെ ക്ലാസ്സുകൾ ഷെയർ ചെയ്യുന്നതിനോ ഇപ്പോൾ എല്ലാം ഞങ്ങൾക്ക് ഒരു മടിയും കൂടാതെ ചെയ്യുവാൻ ഞങ്ങൾ രണ്ടുപേരും അത് ഈശോയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിന് ഒരു മടിയും കൂടാതെ സാക്ഷ്യം വഹിക്കാൻ പരിശുദ്ധ അമ്മ ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മ വഴി ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. 2 സാമുവേൽ 22:7 കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, എൻ്റെ ദൈവത്തോട് ഞാൻ നിലവിളിച്ചു. അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു. എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി. അനീഷ് തോമസിൻ്റെ കുടുംബം ഉടമ്പടി ജീവിതത്തിലൂടെ കുടുംബത്തിന് ലഭിച്ച ഓരോ നന്മകളെയും എണ്ണിപ്പറഞ്ഞ് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നു. അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി അർപ്പിക്കുന്നു. ഈ സഹോദരി ആദ്യം പങ്കുവച്ചത് മകളുടെ തൊണ്ടയിലെ മുഴയുമായി ബന്ധപ്പെട്ട അസുഖമാണ്. ഡോക്ടറെ കാണിക്കുമ്പോൾ ഓപ്പറേഷൻ അനിവാര്യമാണെന്നും ഒരാഴ്ചയെങ്കിലും ആശുപത്രിയിൽ കഴിയേണ്ടി വരുമെന്ന നിർദ്ദേശമാണ് ലഭിക്കുന്നത്. എന്നാൽ ഇവിടെ ഓടിയെത്തി അമ്മ മാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു തുടങ്ങുകയും അച്ഛനെ കണ്ട് അച്ഛൻ കൈവയ്പ് ശുശ്രൂഷയിലൂടെയും സൈത്തുപൂശി പ്രാർത്ഥിച്ചുകൊണ്ടും മകളുടെ രോഗസൗഖ്യത്തിനു വേണ്ടി പരിശുദ്ധമ്മയുടെ തിരുനടയിൽ പ്രത്യേകമാവിധം സംരക്ഷണം സമർപ്പിക്കുന്നുണ്ട്. പിന്നീട് സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നു, ഓരോ ആഴ്ച കഴിയും തോറും രോഗം കുറഞ്ഞു വരികയും ഇപ്പോൾ 6 മാസത്തിന് ശേഷം രോഗം പൂർണ്ണമായി സൗഖ്യപ്പെടുകയും യാതൊരു മുഴയുമില്ല, ഓപ്പറേഷൻ്റെ ആവശ്യമില്ല, രോഗം ഒന്നും അവിടെ ഇല്ലെന്ന് ആദ്യം പരിശോധിച്ച അതേ ഡോക്ടർ തന്നെ അൾട്രാസൗണ്ട് ചെയ്ത് സാക്ഷ്യപ്പെടുത്തി നൽകിയതിനെയാണ് സന്തോഷത്തോടു കൂടി അമ്മ മാതാവിൻ്റെ തിരുനടയിൽ സമർപ്പിച്ച് നന്ദി പറയുന്നത്. മറ്റൊന്ന്, മകളെ വേളാങ്കണ്ണിയിൽ വെച്ച് കാണാതെ പോയതും അവിടെയും അമ്മ മാതാവിൻ്റെ സംരക്ഷണയിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചതും മകൾ തന്നെ വീട്ടുകാരുടെ ഫോൺ നമ്പർ ഓർത്തെടുത്ത് പറയുകയും അതുവഴി ആ ആകുലതയുടെ നിമിഷങ്ങളിൽ തന്നെ വേഗത്തിൽ അമ്മ മാതാവ് വലിയ തിരക്കിൻ്റെ നാളുകളിൽ ആ കുടുംബത്തിന് ആശ്വാസം പകർന്നുകൊണ്ട് വേഗത്തിൽ മകളെ കണ്ടെത്താനുള്ള കൃപ നൽകിയതിനെയാണ് സഹോദരി രണ്ടാമത് സാക്ഷ്യപ്പെടുത്തിയത്. മറ്റൊന്ന്, ഒരു ഭവനത്തിന് വേണ്ടിയുള്ള വലിയൊരു ആഗ്രഹമുണ്ടായിരുന്നുവെന്നും എത്ര നാളായി പരിശ്രമിച്ചിട്ട് നടക്കാതിരുന്ന ഭവന നിർമ്മാണം അമ്മ മാതാവിൻ്റെ ഉടമ്പടി എടുത്ത് 10 വർഷത്തോളമായി നടക്കാതിരുന്ന ഭവന നിർമ്മാണം അമ്മ മാതാവിൻ്റെ ഉടമ്പടി എടുത്ത് ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ മനോഹരമായൊരു ഭവനത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചെടുക്കുവാൻ കൃപാസനം അമ്മ കുടുംബത്തെ സഹായിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് സാക്ഷ്യപ്പെടുത്തുന്നു. ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുവാൻ പോവുകയും റോഡിൽ നിരന്തരം റോഡ് ടെസ്റ്റ് പരാജയപ്പെടുകയും ചെയ്തതിൻ്റെ ആ വിഷമതകളിലും അമ്മ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അത് വിജയിക്കുവാൻ സാധിച്ചതിനെയും ഈ കുടുംബം സാക്ഷ്യപ്പെടുത്തുകയാണ്. ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ മേഖലകളെയാണ് കൃപാസനം അമ്മയുടെ തിരുനടയിൽ കുടുംബം സമർപ്പിക്കുന്നത്. 1 മകളുടെ രോഗസൗഖ്യമാണ്. 2 നഷ്ടപ്പെട്ടു പോയ മകളെ തിരികെ കണ്ടെത്തുന്നതാണ്.
3 ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് സ്കിൽ എക്സാമിനുള്ള വിജയമാണ്. 4-മത്തത് സ്വന്തമായി ഒരു ഭവനം നിർമ്മിച്ചെടുക്കുവാനുള്ള വലിയ ആഗ്രഹമുള്ള പ്രാർത്ഥനയാണ്. പരിശുദ്ധമ്മ ജീവിതത്തിൻ്റെ നിയോഗം എന്തു തന്നെയാവട്ടെ, എത്ര നാൾ പഴകിയതാവട്ടെ, എത്ര ഗുരുതരമായതാവട്ടെ, വൈദ്യശാസ്ത്രം നമ്മളെ വിഷമിപ്പിക്കുന്നതാവട്ടെ, അമ്മയുടെ കരങ്ങളിലേക്ക് വിശ്വാസത്തോടെ കൊടുക്കുകയും ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് വിശ്വസ്തയോടെ പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ സഞ്ചാരി മാതാവ് കൂടെ വന്ന് സമയത്തിൻ്റെ മേൽ അധികാരമുള്ള അമ്മ എല്ലാ കാര്യങ്ങളെയും ചുരുക്കി തന്നുകൊണ്ട് നമുക്ക് അനുഗ്രഹവും നമ്മുടെ പ്രശ്നമേഖലകൾക്ക് പരിഹാരവും രോഗപീഠകൾക്ക് സൗഖ്യവും ആശ്വാസവും നൽകി അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളായി നമ്മെ ഓരോരുത്തരെയും ഉയർത്തുമെന്ന് ഈ മക്കൾ അവരുടെ സാക്ഷ്യത്തിലൂടെ ലോകത്തോട് പങ്കുവയ്ക്കുകയാണ്. ഈ കുടുംബത്തിന് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ